വചനമൊഴി സെപ്റ്റംബർ 4. വചനഭാഗം റോമ 15, 14, 21, മത്തായിയുടെ സുവിശേഷം 12, 46, 50. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഈശോ തുടർന്ന് ജനക്കൂട്ടത്തോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അവന്റെ അമ്മയും സഹോദരരും അവനോട് സംസാരിക്കാൻ ആഗ്രഹിച്ച് പുറത്ത് നിന്നിരുന്നു. ഒരുവൻ അവനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മയും സഹോദരരും നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിച്ച് പുറത്ത് നിൽക്കുന്നു. ഈശോ അവനോട് പറഞ്ഞു, ആരാണ് എന്റെ അമ്മ, ആരാണ് എന്റെ സഹോദരർ? തന്റെ ശിഷ്യരുടെ നേരെ കൈ നീട്ടിക്കൊണ്ട് അവൻ പറഞ്ഞു, ഇതാ എന്റെ അമ്മയും സഹോദരരും. സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഹിതം നിറവേറ്റുന്നവരാരോ അവനാണ് എന്റെ സഹോദരനും സഹോദരിയും അമ്മയും. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈശോ തന്റെ ശിഷ്യന്മാരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാണ്, ഇവരാണ് എന്റെ സഹോദരരും സഹോദരിയും അമ്മയും. ഈശോയുടെ കുടുംബത്തിലെ അംഗമാകുവാൻ വിളിക്കപ്പെട്ടവരാണ് ഈശോയുടെ ശിഷ്യന്മാര്. ഈശോയിൽ വിശ്വസിക്കുന്ന എല്ലാവരും, ഈശോയിൽ വിശ്വസിക്കുന്നവരെല്ലാവരും പരിശുദ്ധ അമ്മയെ പോലെ ദൈവഹിതത്തിന് സ്വയം സമർപ്പിക്കുവാൻ, ദൈവത്തിന്റെ ഹിതമനുസരിച്ച് പ്രവർത്തിക്കുവാൻ തയ്യാറാകുന്നവരാകണം എന്നാണ് ഈശോ പറഞ്ഞു തരുന്നത്. പരിശുദ്ധ അമ്മയുടെ പിറവി തിരുനാളിന് ഒരുങ്ങുന്ന ഈ ദിവസങ്ങളിൽ പരിശുദ്ധ അമ്മയെപ്പോലെ ദൈവഹിതം ആരാഞ്ഞ് അറിയുന്നതിനും ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നതിനും നമുക്കും സാധിക്കണം. അനുദിന ജീവിതത്തിൽ വചനത്തിലൂടെ ദൈവഹിതം അറിയുന്നതിനും ശ്രവിക്കുന്നതിനും പ്രാർത്ഥനയിലൂടെ ദൈവഹിതം ആരായുന്നതിനും പ്രവൃത്തിയിലൂടെ ദൈവഹിതം നടപ്പിലാക്കുന്നതിനും നമുക്ക് പരിശ്രമിക്കാം. അവിടുത്തെ കൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.